Hi guys, welcome back to my YouTube channel Medical Study with me Anu. ഇത് തേർഡ് പാർട്ട് വീഡിയോ ആണ് കാർസിനോമ ഓഫ് ബ്രസ്റ്റിൻ്റെ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ജനറലായിട്ട് അറിയുന്ന റിസ്ക് ഫാക്ടേഴ്സ് അങ്ങനത്തെ കാര്യം പ്രോപ്പർട്ടീസ് ക്ലാസിഫിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരുന്നു പാർട്ട് 1-നകത്ത്. പാർട്ട് 2-ൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് നോൺ ഇൻവേസീവ് കാർസിനോമാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ ഇൻവേസീവ് കാർസിനോമ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇൻവേസീവ് കാർസിനോമ നമുക്കറിയാം. ഇൻവേസീവ് കാർസിനോമ തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സബ് ടൈപ്സ് ഉണ്ട് അല്ലേ? സ്പെഷ്യൽ ടൈപ്സ് ഉള്ളത്, നോൺ സ്പെഷ്യൽ ടൈപ്സ്. അതായത് സ്പെഷ്യൽ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നോൺ സ്പെഷ്യൽ ടൈപ്സ് ആണ് കോമൺ. സ്പെഷ്യൽ ടൈപ്സ് എന്ന് പറയുമ്പോൾ മെഡിലറി, മ്യൂസിനസ്, ട്യൂബുലാർ, സർക്കം ക്രിബ്രിഫോം എക്സെട്ര ആ ടൈപ്പ്, അങ്ങനത്തെയാണ് സ്പെഷ്യൽ ടൈപ്പ്. പിന്നെ ഇത് കൂടാതെ പാപ്പുലറി ലീഷൻസ്. പക്ഷേ പാപ്പുലറി ലീഷൻസിനെ കുറിച്ച് ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നതേ ഉള്ളൂ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത് കൂടാതെ നെക്സ്റ്റ് ഈ വീഡിയോയിൽ പറയുന്നത് ട്യൂമേഴ്സ് ഓഫ് നിപ്പിൾ. ട്യൂമേഴ്സ് ഓഫ് നിപ്പിളിനകത്ത് പേജറ്റ്സ് ഡിസീസ് ഓഫ് നിപ്പിളിൽ വരുന്ന സ്കെയിലി ലീഷൻസ് ഓൺ ദി നിപ്പിൾ ആൻഡ് ഏരിയോള, അതോട് ബന്ധപ്പെട്ട ഒരു കാർസിനോമ ഉണ്ട്. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻവേസീവ് കാർസിനോമ ഓർ നോ സ്പെഷ്യൽ ടൈപ്പ് ഇൻവേസീവ് ഡക്ടൽ കാർസിനോമയാണ്. ഇതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് എന്താണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് പാർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊന്ന് കൺസൈസ് ആയിട്ട് പറയാമല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ കോമൺ ബ്രസ്റ്റ് ട്യൂമേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിൻലി ഡിവൈഡ് ടു 3 ടൈപ്സ് ആണ്. ഇതൊക്കെയാണ് എപ്പിത്തീലിയൽ ട്യൂമേഴ്സ്, ഫൈബ്രോ എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് ആൻഡ് ട്യൂമേഴ്സ് ഓഫ് ദി നിപ്പിൾ. ഇത് 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്. ടൈപ്സ് അല്ലാതെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് എപ്പിത്തീലിയൽ ട്യൂമേഴ്സ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 3 ഏതൊക്കെയാണ്? 3 2 ഇതൊക്കെയാണ് ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു ആൻഡ് ലോബുലാർ കാർസിനോമ ഇൻസിറ്റു. പേര് പോലെ തന്നെ ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ ഡക്റ്റിലും ലൊബ്യൂൾസിലും ഒക്കെ കാണുന്ന കാർസിനോമയാണ്. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ഓർ ദേ ആർ ലിമിറ്റഡ് ബൈ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അതുകൊണ്ട് അതിനകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ട് മസിൽസിൽ പെക്ടോറാലിസ് മസിൽസിലേക്കും അല്ലെങ്കിൽ അത് അങ്ങനെ ഡീപ്പായിട്ട് പോകുന്നില്ല. വേറെ ലോബുലാർ കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു എന്ന് പറയുമ്പോൾ അവിടെ വൈറ്റ് നെക്രോട്ടിക് മെറ്റീരിയലുള്ള ഒരു കൊമിഡോസ് ഉള്ളത്. കൊമിഡോ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇന്നലെ പറഞ്ഞത്? ഒരു സ്മോൾ ബംപ്, അതിനകത്ത് വൈറ്റ് നെക്രോട്ടിക് മെറ്റീരിയൽസിലൊരു ബംപ് ഉണ്ടായിരുന്നു. ഗ്രോസ്ലി വൈറ്റ് നെക്രോട്ടിക് ഏരിയ ഉള്ള ബംപ് കാണാം. ആൻഡ് മൈക്രോസ്കോപ്പിക്കലി അതിനകത്ത് ഡിസ്ട്രോഫിക് ക്ലാസിഫിക്കേഷൻസ് കാണാൻ പറ്റും. ആൻഡ് ഇതാണ് ഡക്ടൽ കാർസിനോമ ഇൻസിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞത്. വേറസ് അതിൽ തന്നെ ഡക്ടൽ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നോൺ കോമിഡോൺ ടൈപ്പ് ഉണ്ട്. നോൺ കോമിഡോൺ ടൈപ്പ് എന്ന് പറയുമ്പം ഏത് ഈസ് സോളിഡ്. സോളിഡ് എന്ന് പറയുമ്പം എൻ്റയർ സ്പേസിലും ബ്രസ്റ്റിലെ സ്പേസസിലൊക്കെ ഈ ട്യൂമേഴ്സ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് റിമെയിൻ സോളിഡ് ഓർ സർക്കംസ്ക്രൈബ്ഡ്. ദെൻ രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? പാപ്പുലറി ആൻഡ് മൈക്രോ പാപ്പുലറി. പാപ്പുലറി എന്ന് പറയുമ്പോൾ വിത്ത് ഫൈബ്രോ വാസ്കുലർ കോർ ഉള്ളതും മൈക്രോ പാപ്പുലറി എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഫൈബ്രോ വാസ്കുലർ കോർ. ഫൈബ്രോ വാസ്കുലർ കോർ എന്ന് പറയുമ്പോൾ എന്താ? ഈ ഉള്ളിലേക്ക് പാപ്പിലേസ് വരുമല്ലോ, പാപ്പിലയുടെ ഇടയിലുള്ള സ്പേസിൽ ഈ ഫൈബ്രസ് ടിഷ്യൂസ് ഉണ്ടാവും. അതാണ് ഫൈബ്രോ വാസ്കുലർ കോർ. ഓക്കെ, ഇതായിരുന്നു ഡക്ടൽ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. അതുകൂടാതെ ലോബുലർ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? ലോബുലർ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് മ്യൂട്ടേഷൻ കൊണ്ടിട്ടാണ്. മ്യൂട്ടേഷൻ ഓഫ് ഈ കെഡറിൻ ജീൻ. ഈ കെഡറിൻ ജീൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫോർ അഡ്ഹാഷൻ ഓഫ് ഡിഫറെൻറ്റ് മോളിക്യൂൾ അറ്റാച്ച്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ജീൻ്റെ മ്യൂട്ടേഷൻ കൊണ്ട് ഈ അറ്റാച്ച്മെൻറ്റ് നടക്കുന്നില്ല. അറ്റാച്ച്മെൻറ്റ് നടക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ലൊബ്യൂൾസ് വഴി കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്പ്രെഡ് ആവുന്നുണ്ട്. ആൻഡ് ഇവർ മൈക്രോസ്കോപ്പിക്കലി എങ്ങനെ കാണുന്നത്? സിഗ്നേറ്റ് റിംഗ് ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് ഇവർ കാണുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു നമ്മൾ ഡക്ടൽ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും ലോബുലാർ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടും പറഞ്ഞിരുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മളൊരു ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടെ പറഞ്ഞിരുന്നു. അത് ഇൻവേസീവ് കാർസിനോമയുടെ തന്നെ ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ക്ലാസിഫിക്കേഷൻ മെയിൻലി ER പോസിറ്റീവ്, HER നെഗറ്റീവ് ഉണ്ട്, ഓർ HER പോസിറ്റീവ്, ER പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ട്രിപ്പിൾ നെഗറ്റീവ്. ആൻഡ് ദീസ് ആർ 3 ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് ആദ്യം പറഞ്ഞതാണ് ലുമിനൽ. ബേസ്ഡ് ഓൺ ദർ mRNA സ്പ്ലൈസിങ് അനുസരിച്ച് ദേ ആർ ഡിവൈഡഡ് ഇൻടു ലുമിനൽ. ലുമിനൽ എന്ന് പറയുമ്പോൾ ER പോസിറ്റീവ്, HER നെഗറ്റീവ് ആയിട്ടുള്ളത്. ഇഫ് HER പോസിറ്റീവ് ആൻഡ് ER പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണെങ്കിൽ അതാണ് HER ടു ഇൻട്രീസ്ഡ്. ആൻഡ് ദി തേർഡ് വൺ ഈസ് ട്രിപ്പിൾ നെഗറ്റീവ്. ട്രിപ്പിൾ നെഗറ്റീവിനെ ബേസൽ ലൈക്ക് എന്നായിരുന്നു പറഞ്ഞത്. ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ ഫോർ ഇൻവേസീവ് ഇൻഫിൽട്രേറ്റിംഗ് കാർസിനോമ അറിയുന്നതിന് മുമ്പുള്ള കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നമുക്കിനി എന്താണ് ഇൻവേസീവ് ഓർ ഇൻഫിൽട്രേറ്റിംഗ് കാർസിനോമ ഓർ നോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ്
ഇതൊന്ന് കോമൺ ടൈപ്പാണ്, നോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻവേസീവ് ഇൻഫിൽട്രേറ്റിംഗ് കാർസിനോമ ഓർ ഇൻവേസീവ് ഡക്ടൽ കാർസിനോമ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻവേസീവ് ഡക്ടൽ കാർസിനോമ എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഈദർ ഫിക്സ്ഡ് ഓർ ഡംപ്ലിംഗ് ഓർ റിട്രാക്ഷൻ ഉള്ളതായിരിക്കും. നിപ്പിൾ റിട്രാക്ഷൻസ് കാണിക്കും. ഇഫ് ഫിക്സ്ഡ് ആവുന്ന എപ്പോഴാണ്, then the larger carcinomas may infiltrate the pectoralis muscle and remain fixed to the chest wall or invade into the dermis and produces dimpling of the skin, and if the tumor is in the central portion it causes retraction of the nipples. So എന്തൊക്കെയാണ് പറഞ്ഞത്, ലാർജ് കാർസിനോമോസ് ആണെങ്കിൽ പെക്ടറാലിസ് മസിലിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പെക്ടറാലിസ് മസിലിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ റിമെയിൻ ഫിക്സ്ഡ്. അങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള ചെസ്റ്റ് വോളിനോട് ഫിക്സ്ഡ് ആയിട്ടുള്ള കാർസിനോമാസ്. ഓർ ഇത് ഡെർമിസിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡെർമിസിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിംപ്ലിംഗ് ഓഫ് ദി സ്കിൻ ഉണ്ടാക്കും. ആൻഡ് ഇഫ് സെൻട്രൽ പോർഷൻ ഓഫ് ദി ബ്രസ്റ്റിലേക്കാണ് ഈ ട്യൂമർ സ്പ്രെഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇറ്റ് കോസസ് റിട്രാക്ഷൻ ഓഫ് ദി നിപ്പിൾ. These are the 3 introductive part of invasive infiltrative carcinoma. Then morphology. First of all, growth ആണ് പറയുന്നത്. ഗ്രോസിൽ form to hard in consistency and have an irregular outline or border. Why it is firm to hard? ഇവരെന്താ ഫോം ടു ഹാർഡ് ആയത്? നമ്മൾ ആദ്യം പറഞ്ഞ ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു അത് ഫോം ടു ഹാർഡ് അല്ലായിരുന്നു. കാരണം ഇത് നെക്രോട്ടിക് ആയിട്ടുള്ള വൈറ്റ് ഏരിയാസ് ഉണ്ട്. ആൻഡ് അത് നോൺ കൊമിഡോൺ ടൈപ്പ് ചിലത് ഡിസ്ട്രോഫിക് കാൽസിഫിക്കേഷൻ ഉള്ളത് ലൈറ്റ്ലി ഹാർഡായിരുന്നു. ഇവരെന്ന് പറയുമ്പോൾ ഫോം ടു ഹാർഡാവായി ബിക്കോസ് ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട് അണ്ടർലൈൻ സർഫസ്, അണ്ടർലൈൻ സ്ട്രക്ചറിലേക്ക് ഇത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഫോം ആയിരിക്കും. ആൻഡ് they are also hard in consistency and have an irregular outline or border because അത് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് റെഗുലർ ആയിട്ടല്ലല്ലോ. സോ സ്പ്രെഡ് ചെയ്യുന്നത് റെഗുലർ ഓരോരോ സെൽസ് അങ്ങനെ റെഗുലർ ആയിട്ടല്ലല്ലോ. സോ they have irregular outlines or borders. The cut sections or scraping, they typically produces a characteristic grating sound. The cut surface also retracts below the surface. So cut surface in the cut ചെയ്യുമ്പോൾ എന്ത് സൗണ്ട് കേൾക്കും? ഗ്രേറ്റിംഗ് സൗണ്ട് കേൾക്കും. Okay, and cut surface they retracts below the surface and dense fibrous stroma ഒക്കെ കാണാൻ പറ്റും. ഇപ്പം എന്തൊക്കെയാണ് കാണുന്നത്? ഗ്രോസ്ലി ഡെൻസ് ഫൈബ്രസ് സ്ട്രോമ ഡെൻസ് ഫൈബ്രസ് ആണ്. കട്ട് സർഫസിൽ ഗ്രേറ്റിംഗ് സൗണ്ട് കേൾക്കും കട്ട് ചെയ്യുമ്പോൾ സർഫസ്. ദെൻ ഹാർഡ് ടു ഫോം ടു ഹാർഡ് ഇൻ കൺസിസ്റ്റൻസി ആണ്. ദെൻ ദേ ഹാവ് ഇറഗുലർ ഔട്ട്ലൈൻ ഓർ ബോർഡർ. ഓക്കെ, ഈ പിക്ചറിൽ കാണാൻ പറ്റും ഗ്രോസ്ലി എന്താ കാണുന്നത്. കട്ട് സർഫസിൽ ദിസ് ഈസ് ഗ്രേ വൈറ്റ് ട്യൂമർ ഇൻഫിൽട്രേറ്റിംഗ് ദി സറൗണ്ടിങ് ടിഷ്യൂ. ഇറഗുലർ അല്ലേ? കറക്റ്റ് റെഗുലർ മാർജിൻ ഒന്നും ഇല്ലല്ലോ, ഇറഗുലർ ആയിട്ടുള്ളൊരു മാർജിനാണത്. ഇവർ ഫോം ടു ഹാർഡ് കൺസിസ്റ്റൻസിയാണ്. കട്ട് സർഫസിൽ ഗ്രേറ്റിംഗ് സൗണ്ട് കേൾക്കും. ആൻഡ് ഫൈബ്രസ് സ്ട്രോമ എന്തായിരിക്കും? ഫൈബ്രസ് ആയിരിക്കും. ഓക്കെ, ദെൻ മൈക്രോസ്കോപ്പിക്കലി എന്താ കാണുന്നത്? മൈക്രോസ്കോപ്പിക്കലി the invasive breast carcinoma are graded according to the Nottingham histological score. So ഈ നോട്ടിംഗ്ഹാം ഹിസ്റ്റോളജിക്കൽ സ്കോർ എന്തിൻ്റെ ബേസിലാണ് ഈ ഗ്രേഡ് 1, 2, 3 എന്നിട്ടേക്കുന്നത്? ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ദി ട്യൂബ്യൂൾ ഫോർമേഷൻ, ന്യൂക്ലിയർ പ്ലിയോമോർഫിസം ആൻഡ് മൈറ്റോട്ടിക് റേറ്റ്. ദീസ് ആർ ദ 3 ഡിപ്പെൻഡിങ് ക്രൈറ്റീരിയാസ് ഫോർ നോട്ടിംഗ്ഹാം ഹിസ്റ്റോളജിക്കൽ ക്ലാസിഫിക്കേഷൻസ്. So score, okay, which is tubule formation, nuclear pleomorphism and mitotic rate. Based on this they are divided into grade 1, 2 and 3. Grade 1 എന്ന് പറയുമ്പോൾ they are well differentiated ആയിരിക്കും. They are well differentiated carcinoma. They show tumors forming a prominent tubules. Tubules prominent ആയിട്ടുള്ള ട്യൂമേഴ്സ് ആയിരിക്കും. ആൻഡ് ട്യൂമേഴ്സ് സെൽസ് ഹാവ് സ്മോൾ റൗണ്ട് ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഫിഗേഴ്സ്. ഇവിടെ മൈറ്റോട്ടിക് ഫിഗേഴ്സ് കാണും, പ്ലിയോമോർഫിക് ന്യൂക്ലിയർ കാണും ആൻഡ് പ്രോമിനൻറ്റ് ട്യൂബ്യൂൾസ് ആണ്. ഇതാണുള്ള 3 ക്രൈറ്റീരിയ: ട്യൂബ്യൂൾസ്, ന്യൂക്ലിയർ ആൻഡ് മൈറ്റോട്ടിക് ഫിഗേഴ്സ്. ഇത് 3 കാണുന്നുണ്ടെങ്കിൽ ദേ ആർ വെൽ ഡിഫറൻഷിയേറ്റഡ് കാർസിനോമ ഓർ ഗ്രേഡ് 1 കാർസിനോമ. ഓക്കെ, whereas grade 2 നോട്ടിംഗ്ഹാം സ്കോർ ഗ്രേഡ് 2 ആകുമ്പോൾ എന്തായിരിക്കും? ദേ ആർ മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റഡ്. മോഡറേറ്റ്ലി ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ ദേ മേ ഫോം ട്യൂബ്യൂൾസ്. ഇവിടെ നമ്മൾ പറഞ്ഞു ദേ ആർ ഫോമിങ് പ്രോമിനൻറ്റ് ട്യൂബ്യൂൾസ്. ഹിയർ ദേ മേ ഫോം ട്യൂബ്യൂൾസ് ആൻഡ് ദേ ഷോ സോളിഡ് ലസ്റ്റർ as a single infiltrating cells. The tumor cells shows a great degree of nuclear pleomorphism and have mitotic figures. അപ്പം ഗ്രേഡ് 2 എന്ന് പറയുമ്പം ട്യൂബ്യൂൾസ് മേ ഓർ മേ നോട്ട് പ്രസൻറ്റ്, ബട്ട് ബാക്കി രണ്ടും ഉണ്ട്. ന്യൂക്ലിയർ പ്ലിയോമോർഫിസം ഉണ്ട്, മൈറ്റോട്ടിക് ഫിഗേഴ്സും പ്രസൻ്റ് ആണ്. ഓക്കെ,
ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ ദേ ആർ പുവർലി ഡിഫറൻഷിയേറ്റഡ് കാർസിനോമസ് ആണ്. പുവർലി ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ ദേ കൺസിസ്റ്റ് ഓഫ് നെസ്റ്റ് ഓർ സോളിഡ് ഷീറ്റ് ഓഫ് ഷെൽസ് ആൻഡ് ദി ട്യൂമർ സെൽസ് ഓൾസോ ഷോ enlarged irregular nuclei and numerous mitotic figures and areas of tumor necrosis. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ നെസ്റ്റ് ഓർ സോളിഡ് ഷീറ്റ്സ് ഓഫ് സെല്ലായിരിക്കും കാണുന്നത്. ഓക്കെ, ട്യൂമർ മേ ഷോ enlarged irregular. ഇവിടെ നമ്മൾ പറഞ്ഞ ന്യൂക്ലിയ എങ്ങനെയാണ്? പ്ലിയോമോർഫിക് ന്യൂക്ലിയ ആയിരുന്നു. ഇവിടെ എന്താ? ഇറഗുലർ ന്യൂക്ലിയ ബട്ട് മൈറ്റോട്ടിക് ഫിഗേഴ്സ് ഉണ്ട്. ഇവിടെ പറഞ്ഞ എന്തൊക്കെയാണ്? ഇവിടെ ട്യൂബ്യൂൾസ് ഉണ്ട്, പ്രോമിനൻറ്റ് ട്യൂബ്യൂൾസ്, റൗണ്ട് ന്യൂക്ലിയ ആൻഡ് മൈറ്റോട്ടിക് ഫിഗേഴ്സ് ഉണ്ട്. അതാണ് ഗ്രേഡ് 1. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ട്യൂബ്യൂൾസ് മേ ഓർ മേ നോട്ട് ബി പ്രസൻറ്റ്. ആൻഡ് ബാക്കി രണ്ടും ഉണ്ട്, പ്ലിയോമോർഫിക് ന്യൂക്ലിയയും ആൻഡ് മൈറ്റോട്ടിക് ഫിഗേഴ്സും പ്രസൻ്റ് ആണ്. ഗ്രേഡ് 3 എന്ന് പറയുമ്പോഴത്തേക്കും ന്യൂക്ലിയ പ്ലിയോമോർഫിക് ആയിരിക്കത്തില്ല, ഇറ്റ് ക്യാൻ ബി ഇറഗുലർ ആൻഡ് ട്യൂബ്യൂൾസിൻ്റെ കാര്യം ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഇവിടെ ഉള്ളി പറയുന്നത് മൈറ്റോട്ടിക് ഫിഗറിൻ്റെ ബേസിൽ മൈറ്റോട്ടിക് ഫിഗേഴ്സ് ആൻഡ് ഏരിയ ഓഫ് ട്യൂമർ നെക്രോസിസ് കാണാൻ പറ്റും. ഗ്രേഡ് 3 ദേ ആർ പുവർലി ഡിഫറൻഷിയേറ്റഡ് കാർസിനോമാസ്. നെക്സ്റ്റ് ഈസ് ER പോസിറ്റീവ് HER2 നെഗറ്റീവ് കാർസിനോമ. ER പോസിറ്റീവ് HER2 നെഗറ്റീവ് കാർസിനോമ എന്ന് പറയുമ്പോൾ ലുമിനലാണ്, ഫസ്റ്റ് ടൈപ്പാണ് ഇൻവേസീവ് കാർസിനോമയുടെ ഫസ്റ്റ് ടൈപ്പ്, ദാറ്റ് ഇസ് luminal like. So it may show different morphological patterns and grades may range from very to poor, well to poorly differentiated ആയിരിക്കും. ആൻഡ് വെൽ ടു പുവർലി എന്ന് പറയുമ്പോൾ എന്താ? വെൽ എന്ന് പറയുമ്പോൾ ട്യൂബ്യൂൾസ് കാണാം, പ്രോമിനൻറ്റ് ന്യൂക്ലിയർ പ്ലിയോമോർഫിസം കാണാം ആൻഡ് മൈറ്റോട്ടിക് ഫിഗേഴ്സ് കാണാൻ പറ്റും. പുവർലി എന്ന് പറയുമ്പോൾ എന്താ? ഈ മൈറ്റോട്ടിക് ഫിഗേഴ്സ് മാത്രമേ കാണുള്ളൂ, ബാക്കി ഇറഗുലർ ആണ്. ഓക്കെ, ആൻഡ് ട്യൂമർ നെക്രോസിസ് ഒക്കെ കാണാൻ പറ്റും പുവർലി എന്ന് പറയുമ്പം. And mostly they are well differentiated carcinomas. Mucinous, papillary, cribriform and lobular patterns may be seen. So mostly അവർ വെൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. വെൽ ഡിഫറൻഷിയേറ്റഡ് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടല്ലോ, പാറ്റേൺ ഉണ്ടല്ലോ, അതാണ് മ്യൂസിനസ്, പാപ്പിലറി, ക്രിബ്രിഫോം ആൻഡ് ലോബുലാർ പാറ്റേൺ. സോ നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് സർക്കംസ്ക്രൈബ്ഡ് എന്നല്ലേ പറഞ്ഞത്? സർക്കംസ്ക്രൈബ്ഡ് എന്നല്ല കേട്ടോ, ക്രിബ്രിഫോം എന്നായിരുന്നു. ഓക്കെ, ദെൻ HER2 പോസിറ്റീവ് കാർസിനോമ. HER2 പോസിറ്റീവ് കാർസിനോമ എന്ന് പറയുമ്പോൾ ദേ ആർ പുവർലി ഡിഫറൻഷിയേറ്റഡ് കാർസിനോമാസ് ആൻഡ് ദേ ഹാവ് നോ സ്പെഷ്യൽ മോർഫോളജിക്കൽ പാറ്റേൺ. എന്തുകൊണ്ടാണ് മോർഫോളജിക്കൽ പാറ്റേൺ സ്പെഷ്യലായിട്ട് ഇല്ലാത്തത്? ബിക്കോസ് ദേ ആർ പുവർലി ഡിഫറൻഷിയേറ്റഡ്. About 50% of the apocrine carcinoma and 40% of the micropapillary carcinoma belong to this group, and it is more often associated with DCIs, that is ductal carcinoma in situ. ഇതുമായിട്ട് ദേ ആർ മോസ്റ്റ്ലി അസോസിയേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത് HER2 പോസിറ്റീവ് ആയിട്ടുള്ള carcinoma. Then HER negative, HER negative, ER negative, PR negative, this triple negative carcinoma ആണെന്നുണ്ടെങ്കിൽ they are also poorly differentiated, have circumscribed pushing borders with a central fibrotic or necrotic core. സെൻട്രൽ ഫൈബ്രോട്ടിക് ഓർ നെക്രോട്ടിക് കോറുള്ള സർക്കംസ്ക്രൈബ്ഡ് പുഷിംഗ് ബോർഡേഴ്സ് ആയിരിക്കും ഇവർക്കുള്ളത്. ആൻഡ് ട്യൂമർ വിത്ത് സിമിലർ അപ്പിയറൻസ് വിത്ത് എ പ്രോമിനൻറ്റ് ലിംഫാറ്റിക് ഇൻഫിൽട്രേഷൻസ് ഇൻ ദി stroma area. So this tumor will be having a similar appearance with a prominent lymphatic infiltrations into the stroma as also belong to this group. Like carcinoma with medullary features. നമ്മൾ ഈ ട്രിപ്പിൾ നെഗറ്റീവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടായിരുന്നു പറഞ്ഞത്. ബാക്കി രണ്ടിൻ്റെ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി വെൽ ടു പുവർലി ഡിഫറൻഷിയേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ബി ഇത് മൈക്രോ പാപ്പിലറി, സ്ക്രിബ്രിഫോം, ദെൻ ലോബുലാർ, മ്യൂസിനസ് ഒക്കെയാണ്. HER2 നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഇറ്റ് ക്യാൻ ബി മൈക്രോ പാപ്പിലറി ഓർ പാപ്പിലറി ആയിരിക്കും. ട്രിപ്പിൾ നെഗറ്റീവിൻ്റെ എന്താ പറയുന്നത്? ട്യൂമർ വിത്ത് മെഡുലറി ഫീച്ചേഴ്സ്. അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ നേരത്തെ ആ ടേബിളിൽ പറഞ്ഞിരുന്നത് ഇൻവേസീവ് കാർസിനോമയുടെ. ദെൻ സ്പെഷ്യൽ ഹിസ്റ്റോളജിക്കൽ ടൈപ്സ് ഓഫ് ഇൻവേസീവ് കാർസിനോമ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതെന്താണെന്ന് നോക്കാം അല്ലേ. ദീസ് ആർ ഇൻവേസീവ് കാർസിനോമ വിത്ത് എ ഡിസ്റ്റിങ്റ്റീവ് ഓർ യുണീക് മോർഫോളജിക്കൽ, ബയോളജിക്കൽ, ജനറ്റിക് ആൻഡ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. Similar to the no special type of breast cancer, these special tumors can be grouped depending on the expression of ER and HER2. So ER എന്ന് പറയുമ്പോൾ എന്താ? ഈസ്ട്രോജൻ റിസപ്റ്റേഴ്സ്. ആൻഡ് HER2 ൻ്റെ ബേസിൽ there are special tumors. നമ്മൾ നേരത്തെ പറഞ്ഞ നോ സ്പെഷ്യൽ ടൈപ്പ് എന്നല്ലേ. ഇവിടെ നോ സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞപ്പം എടുത്തിങ്ങനെ മെഡുലറി കാർസിനോമ അങ്ങനെയൊന്നും പറയുന്നുണ്ടായില്ല. ഇനി സ്പെഷ്യൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ദേ ആർ ഡിവൈഡഡ് ഇൻടു മെഡുലറി കാർസിനോമ, മ്യൂസിനസ്, ക്രിബ്രിഫോം, ലോബുലാർ, എക്സെട്ര. First of all, medullary carcinoma. The carcinoma with the medullary feature is a special type of triple negative carcinoma and forms about 5% of all the breast cancers. It has no resemblance to the medullary carcinoma of the thyroid. So,
ഇത് ട്രിപ്പിൾ നെഗറ്റീവ് മെഡുലറി കാർസിനോമ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ട്രിപ്പിൾ നെഗറ്റീവ് ടൈപ്പിൻ്റെ ക്യാൻസറിൻ്റെ സ്പെഷ്യൽ ടൈപ്പാണ്. ആൻഡ് ഏജ് ഗ്രൂപ്പ് ഏതാ? ഏജ് ഗ്രൂപ്പ് മോസ്റ്റ് കോമൺ ഇൻ ദി 6th decade. ആൻഡ് ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ ദേ ആർ വെൽ സർക്കംസ്ക്രൈബ്ഡ് മാസ് ആണ്. ദേ ആർ വെൽ സർക്കംസ്ക്രൈബ്ഡ് നമ്മൾ പറഞ്ഞിരുന്നതാ. ദേ ഹാവ് വെൽ സർക്കംസ്ക്രൈബ്ഡ് HER2 ട്രിപ്പിൾ നെഗറ്റീവിൻ്റെ സർക്കംസ്ക്രൈബ്ഡ് പുഷിംഗ് ബോർഡേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും? വെൽ സർക്കംസ്ക്രൈബ്ഡ് മാസ് ആൻഡ് മിമിക്സ് എ ബിനൈൻ ലീഷനെ മിമിക് ചെയ്യുന്നൊരു വെൽ സർക്കംസ്ക്രൈബ്ഡ് മാസ് ആയിരിക്കും. ഇറ്റ് മേ പ്രസൻറ്റ് ആസ് എ റാപ്പിഡ് ഗ്രോയിങ് മാസ്. ലിംഫ് നോഡ് മെറ്റാസ്റ്റസിസ് ആർ ഇൻഫ്രീക്വൻറ്റ്. Then many medullary carcinomas are BRCA1 associated carcinoma, and in about 67% of cases hypermethylation of BRCA1 promoter leading to downregulation of BRCA1 expression is observed. However, germline BRCA1 mutation is not found in the majority of tumors. So ഈ ട്രിപ്പിൾ നെഗറ്റീവ് ട്യൂമേഴ്സിൽ ജംലൈൻ മ്യൂട്ടേഷൻസ് സാധാരണയായിട്ട് കാണത്തില്ല. പക്ഷേ ഇവർ ഡൗൺ റെഗുലേഷൻ ഓഫ് BRCA1 എക്സ്പ്രഷൻ വരേണ്ടത് BRCA1ൻ്റെ BRCA1 അതിൻ്റെ എക്സ്പ്രഷൻ ഡൗൺ റെഗുലേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ട്രിപ്പിൾ നെഗറ്റീവിനകത്ത് ഏത് ജീൻ്റെ മ്യൂട്ടേഷൻ കൊണ്ട് ഇത് വരുന്നിരുന്നു, അത് BRCA1 ആയിരുന്നു. ആൻഡ് ദി ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് ER പോസിറ്റീവ് HER2 നെഗറ്റീവ് അതിൻ്റെ ആണ്. അതായത് ലുമിനൽ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ BRCA2 മ്യൂട്ടേഷൻ ആയിരുന്നു. ആൻഡ് ഇവിടെ ഏതാ ട്രിപ്പിൾ നെഗറ്റീവിൽ BRCA1 ജീൻ മ്യൂട്ടേഷൻ. സോ മ്യൂട്ടേഷൻ തന്നെ വേണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഡൗൺ റെഗുലേഷൻ ഓഫ് BRCA1 എക്സ്പ്രഷൻ. ഓക്കെ. മോർഫോളജി മെയിൻലി ഗ്രോസ് ആൻഡ് മൈക്രോസ്കോപ്പി പറയുന്നുണ്ട്. ഗ്രോസിൽ medullary carcinoma usually does not produce desmoplasia. So they does not produce desmoplasia. So it is more yielding on palpation and cutting than typical breast carcinoma. ഡെസ്മോപ്ലേസിയ എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കായിട്ട് സ്ട്രോമൽ ഫൈബ്രോസിസ് ഉണ്ട്. സ്ട്രോമിലുള്ള ഫൈബ്രോസിസ് അത് ഭയങ്കര മാർക്കഡ് ആയിരിക്കത്തില്ല. അതാണ് മെഡുലറി കാർസിനോമയുടെ പ്രത്യേകത. ദെൻ ദിസ് ട്യൂമർ ഈസ് സോഫ്റ്റ് പേൽ ഗ്രേ ഫ്ലഷി. സോ ദിസ് ട്യൂമർ ഈസ് സോഫ്റ്റ് പേൽ ഗ്രേ ആൻഡ് ഫ്ലഷി ഇൻ അപ്പിയറൻസ്. ദെൻ ദേ ആർ വെൽ സർക്കംസ്ക്രൈബ്ഡ്. നമ്മൾ പറഞ്ഞിരുന്നു എന്തുകൊണ്ടത് വെൽ സർക്കംസ്ക്രൈബ്ഡ് ആയത്? ബിക്കോസ് ദേ ആർ ട്രിപ്പിൾ നെഗറ്റീവ് കാർസിനോമ ആണല്ലേ, അതുകൊണ്ടാണ് ദേ ആർ വെൽ സർക്കംസ്ക്രൈബ്ഡ്. ആൻഡ് ദിസ് ഡെസ്മോപ്ലേസിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡെസ്മോപ്ലേസിയ എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രോമൽ ഫൈബ്രോസിസ് മാർക്കഡ് ആയിരിക്കത്തില്ല. ഓക്കെ. ദെൻ മൈക്രോസ്കോപ്പിക്കലി medullary carcinomas are poorly differentiated and its features are tumor cells that is arranged in solid syncytium like that is cytoplasmic mass containing several nuclei without distinct cell border sheets. So different cell borders ഇല്ലാണ്ട് തന്നെ ഡിസ്റ്റിങ്ക്ട്ലി കുറേ ന്യൂക്ലിയസ് അറേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് സിൻസീഷ്യം ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ഈ ഒരു പാറ്റേണിൽ ന്യൂക്ലിയസിനെ അറേഞ്ച് ചെയ്യുന്നില്ല, പകരം ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കുറച്ച് സെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ദാറ്റ് ഇസ് സിൻസീഷ്യം. സൈറ്റോപ്ലാസം കണ്ടെയ്നിങ് സെവറൽ ന്യൂക്ലിയൈ വിത്തൗട്ട് ഡിസ്റ്റിങ്ക്റ്റ് സെൽ ബോർഡേഴ്സ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സെൽ ബോർഡേഴ്സ് ഇല്ലാണ്ട് എന്താ ന്യൂക്ലിയസ് കാണാൻ പറ്റും. ദെൻ ട്യൂമർ സെൽസ് ആർ large pleomorphic with vesicular pleomorphic nuclei and prominent nucleoli. So ട്യൂമർ സെൽസിനൊക്കെ എന്തുണ്ട്? ലാർജ് ആയിട്ടുള്ള പ്ലിയോമോർഫിക് ആയിട്ടുള്ള വെസിക്കുലർ ആൻഡ് പ്ലിയോമോർഫിക് ന്യൂക്ലിയൈ ആൻഡ് പ്രോമിനൻറ്റ് ന്യൂക്ലിയോലൈ ഉണ്ട്. ദെൻ മൈറ്റോട്ടിക് ഫിഗേഴ്സ് ആർ ഇൻഫ്രീക്വൻറ്റ്. സ്ട്രോമയിൽ എന്താ ഉള്ളത്? സ്ട്രോമയിലാണെങ്കിലോ മിനിമൽ സ്ട്രോമ വിത്ത് മോഡറേറ്റ് ടു മാർക്ക്ഡ് പ്ലാസ്മാസൈറ്റിക് ഇൻഫിൽട്രേഷൻ. സോ ഇവർക്ക് മിനിമൽ ആയിട്ടുള്ള സ്ട്രോമ ആയിരിക്കും ഉണ്ടാകുന്നത്, ബട്ട് മോഡറേറ്റ് ടു മാർക്കഡ് ആയിട്ടുള്ള ലിംഫോപ്ലാസ്മാസൈറ്റിക് ഇൻഫിൽട്രേഷൻസ് ഉണ്ടാവും. ഓക്കെ, ലിംഫോസിറ്റിൻ്റെ ഇൻഫിൽട്രേഷൻസ് ഉണ്ടാവുന്നു. ആൻഡ് പുഷിംഗ് ആയിട്ടുള്ള ബോർഡേഴ്സ് ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ഇൻഫിൽട്രേറ്റീവ് ഓർ പുഷിംഗ് ടൈപ്പ് ഓഫ് ബോർഡേഴ്സ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. സോ ദി സിൻസീഷ്യൽ ഗ്രോത്ത് പാറ്റേൺ ആൻഡ് പുഷിംഗ് ബോർഡേഴ്സ് മേ ബി ഡ്യൂ ടു ദി ഓവർ എക്സ്പ്രഷൻ ഓഫ് അഡാസീവ് മോളിക്യൂൾ ദാറ്റ് ഈസ് E-cadherin വിച്ച് മേ ലിമിറ്റ് മെറ്റാസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. സോ ഈ ട്യൂമർ എന്ന് പറയുമ്പം മെറ്റാസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കുറവുള്ള ട്യൂമേഴ്സാണ്. വൈ ദേ ഹാവ് എ പുഷിംഗ് ബോർഡർ ആൻഡ് സിൻസീഷ്യൽ ടൈപ്പ് ഓഫ് ന്യൂക്ലിയസ് അറേഞ്ച്മെൻറ്റ്. വൈ? ബിക്കോസ് ഓഫ് ദി ഓവർ എക്സ്പ്രഷൻ ഓഫ് അഡാസീവ് മോളിക്യൂൾ. നമ്മൾ ഇതിൻ്റെ മ്യൂട്ടേഷൻ ഓർ ഡൗൺ റെഗുലേഷൻ അല്ല, മ്യൂട്ടേഷൻ ഓഫ് അഡാസീവ് മോളിക്യൂളിൻ്റെ ഒരു കാർസിനോമ പറഞ്ഞിരുന്നു. ഏതാണത്? ലോബുലാർ കാർസിനോമ ഇൻസിറ്റു. ഇവിടെ പറയുന്നത് ഓവർ എക്സ്പ്രഷനാണ്, കൂടുതൽ എക്സ്പ്രസ് ആണത്. ഓവർ എക്സ്പ്രഷൻ ഓഫ് അഡാസീവ് മോളിക്യൂളാണ് എന്തിൽ വരുന്നത്? മെഡുലറി കാർസിനോമ ഇൻ സ്പെഷ്യൽ ഹിസ്റ്റോളജിക്കൽ ടൈപ്പ് ഓഫ് ഇൻവേസീവ് കാർസിനോമയിൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പ്രോഗ്നോസിസ് ആണ്.
ഈ മെഡുലറി കാർസിനോമയുടെ മെഡുലറി കാർസിനോമ ഹാവ് എ സ്ലൈറ്റ്ലി ബെറ്റർ പ്രോഗ്നോസിസ് than NST carcinoma, probably due to host immune response to the tumor antigen. And HER2 renew overexpression is not observed. Mucinous carcinoma ആണെങ്കിൽ occurs mainly in the older women. Older women's കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത് mucinous carcinoma ആണ്, and they are slow growing type of carcinoma. Then morphology. Morphologically, they are soft or rubbery in consistency. They are soft or rubbery ആയിരിക്കും. Morphologically നമുക്ക് എന്ത് പറ്റും പറയാൻ പറ്റും. This is soft or rubbery, pale grey blue gelatinous appearance. Pale grey blue gelatinous appearance. Borders are pushing or circumscribed. So pushing or circumscribed എന്ന് നിങ്ങൾക്ക് കേട്ടാൽ പറയാൻ പറ്റുള്ളൂ. They are medullary carcinoma. Triple negative carcinoma ആണ് medullary type. ഓക്കെ, മെഡുലറി ഫീച്ചേഴ്സ് ഉള്ള ട്രിപ്പിൾ നെഗറ്റീവ് കാർസിനോമയാണ്. പുഷിംഗ് ബോർഡേഴ്സ് ആൻഡ് സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ബോർഡേഴ്സ് വരുന്നത്. ആൻഡ് കട്ട് സർഫസ് എന്ത് കാണിക്കും? മ്യൂക്കോയിഡ് കൺസിസ്റ്റൻസി, ഗ്ലിസ്റ്റനിങ് സർഫസ് ആൻഡ് മ്യൂക്കോയിഡ് കൺസിസ്റ്റൻസി ആയിരിക്കും കട്ട് സർഫസ്. അതാണ് നമ്മൾ പറഞ്ഞ നോൺ ഇൻവേസീവ് കാർസിനോമയിൽ കട്ട് സർഫസ് ഷോസ് എ ഗ്രേറ്റിംഗ് സൗണ്ട് അല്ലേ? വേറാസ് ഓൾസോ ഇൻ നോ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻവേസീവ് കാർസിനോമയിലും ഗ്രേറ്റിംഗ് സൗണ്ട് തന്നെയായിരുന്നു കട്ട് സർഫസ് ഷോ ചെയ്യുന്നത്. ബട്ട് in case of special type of invasive carcinoma, in medullary carcinoma, cut surface, mucinous carcinoma cut surface engana, they shows a mucoid consistency and glistening surface. Then microscopically, cuboidal to columnar tumor cells are arranged in clusters and small islands. So cuboidal to columnar cells ആയിരിക്കും clusters അല്ലെങ്കിൽ small islands ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്നത്. And then they have a background shows ലാർജ് എമൗണ്ട് ഓഫ് എക്സ്ട്രാ സെല്ലുലർ മ്യൂസിൻസ്. എക്സ്ട്രാ സെല്ലുലർ മ്യൂസിൻസ് ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദി പിക്ചർ ഓഫ് ഡെൻസ് ഫൈബ്രസ് ട്രോമ. ഡെസ്മോപ്ലേസിയ ഉള്ള സെൽസിൽ കാണുന്ന ഡെൻസ് ഫൈബ്രസ് നമുക്ക് കാണാമല്ലോ, ഇവിടെ കുറേ ഡെൻസ് ഫൈബ്രസ് ട്രോമാസ് കാണാം. ആൻഡ് ദേ ആർ ദി പ്ലിയോമോർഫിക് സെൽസ്. ഓക്കെ, അറേഞ്ച്ഡ് ഇൻ ക്ലസ്റ്റേഴ്സ് ഓർ ഷീറ്റ്സ്. Then molecular pathology ആണ്. molecular pathology they are usually diploid ER positive ആയിരിക്കും. And the lymph node metastases are uncommon. Prognosis is better than infiltrating ductal or lobular carcinoma. Tubular carcinoma എന്ന് പറയുമ്പോൾ they are uncommon variant of invasive ductal carcinoma ആണ് tubular carcinoma. ഇത് ഏജ് എന്ന് പറയുമ്പോൾ ലേറ്റ് 40s എഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് morphologically grossly they are smaller than 1 cm in size and irregular ആയിരിക്കും. And microscopically very well differentiated and consist of well formed angulated tubules separated by a dense stroma. ഇങ്ങനെയായിരിക്കും അപ്പിയറൻസ് വരുന്നത്. ഓക്കെ, ട്യൂബുലാർ കാർസിനോമ ട്യൂബ്യൂൾസ് ലൈക്ക് ആയിരിക്കും അപ്പിയറൻസ് വരുന്നത്. Then metastasis is rare and molecular pattern more than 95% of diploid ER positive and HER2 or new negative. Then prognosis is excellent in case of tubular carcinoma. This is the picture showing medullary carcinoma. അതിനകത്ത് കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെ കാണാം? സെൻസേഷണൽ മാസ് ഓഫ് ലാർജ് പ്ലിയോമോർഫിക് ട്യൂമർ സെൽസ് കാണാൻ പറ്റും ഇവിടെയൊക്കെ. Then stroma with lymphoplasma cytic infiltration. The inflammatory cells കാണാം. Then this is lymphocytes, nucleus with prominent nucleoli, syncytial sheets of tumor cells. Invasive lobular carcinoma. Invasive lobular carcinoma എന്ന് പറയുമ്പോൾ most tumor shows a biallelic loss of expressions of CDH1, that is gene coding for E cadherin. Due to loss of E cadherin, it has discohesive cells and there is no desmoplasmic response. So ഇവർക്കും ലോസ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് CDH1 ആണ്. ദറ്റ് ഇസ് നമ്മൾ പറഞ്ഞ ഡക്ടൽ ലോബുലർ കാർസിനോമ ഇൻസിറ്റുവിനകത്ത്, അതായത് നോൺ ഇൻവേസീവ് ആയിട്ടുള്ള കാർസിനോമയിൽ ഈ കാഡറിൻ്റെ മ്യൂട്ടേഷൻ ആയിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ലോസ് ഓഫ് എക്സ്പ്രഷൻ ആണ്, ലോസ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് CDH1. ഈ CDH1ൻ്റെ എക്സ്പ്രഷൻ ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? This CDH1 is the gene encoding for the E cadherin. So there is a loss of E cadherin. Okay. Morphologically, they present as palpable mass and great incidence of bilaterally. രണ്ട് ബ്രസ്റ്റിലും occur ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. And they are palpable mass. Microscopically, they show loose and non-cohesive
infiltrating tumor cells. Tumor cells are smaller and monotonous with oval or round regular nuclei and small nucleoli. Tumor cells are arranged in a single file or in a loose clusters or sheets ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. And signate ring cells containing a mucins are common. So ഇവർക്ക് signate ring cells ആയിട്ടായിരിക്കും കാണുന്നത്. Then tubules formation is absent and desmoplasia may be minimal or absent. ഇപ്പോൾ മൈക്രോസ്കോപ്പിൽ എന്തൊക്കെയുണ്ട്? They are loose. Then non-cohesive type ആയിരിക്കും infiltrating tumor cells. സ്മോളർ മോണോട്ടോണസ് ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കും. ഓവൽ ഓർ റൗണ്ട് ന്യൂക്ലിയസ് ആണ്. സ്മോൾ ന്യൂക്ലിയയിലേക്ക് കാണാൻ പറ്റും. സിഗ്നേറ്റ് റിംഗ് സെൽസ് ആയിരിക്കും അറേഞ്ച്മെൻറ്റ് വരുന്നത്. ആൻഡ് ഡെസ്മോപ്ലേസിയ. സിഗ്നേറ്റ് റിംഗ് സെൽസ് നമ്മൾ ഇതിന് മുമ്പ് ഒരു സ്ഥലത്തൂടെ പറഞ്ഞിരുന്നു. ഇത് ലോബുലർ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൈക്രോസ്കോപ്പിയിലാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇൻവേസീവ് ലോബുലർ കാർസിനോമ. ദീസ് ആർ ദി പിക്ചേഴ്സ് ഷോയിങ് ലോബുലർ കാർസിനോമ ഓഫ് ദി ബ്രസ്റ്റ്. ഇൻവേസീവ് ലോബുലർ കാർസിനോമ ഓഫ് ദി ബ്രസ്റ്റ് നമുക്ക് കാണാം. ഇവിടുത്തെ റൗണ്ട് ടു ഓവൽ ടു റൗണ്ട് റെഗുലർ ന്യൂക്ലിയൈ വിത്ത് ന്യൂക്ലിയോലൈ ആണ് കാണുന്നത്. ന്യൂ വാസ്കുലറൈസേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ഫോർമേഷൻസ് ഉണ്ട്. സ്മോൾ മോണോട്ടോണസ് ആയിട്ടുള്ള ട്യൂമർ സെൽസ് ആണ് അറേഞ്ച് ഇൻ ഇൻറ്റൻ ഫയൽ. ഇൻറ്റൻ ഫയൽ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയല്ലേ, അതാണ് ഇൻറ്റൻ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെയും കാണാം. Clinical pattern basis there is inflammatory carcinoma. Here morphologically they present as a swollen erythematous breast due to extensive invasion and obstruction of dermal lymphocytes by lymphatics by the tumor cells. They typically does not form a discrete palpable mass. നമ്മൾ ലോബുലാറിനകത്ത് പറഞ്ഞ പോലെ ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള പാൽപ്പബിൾ മാസ് നമുക്ക് കിട്ടില്ല. ദേ റിമെയിൻ സ്വോളൻ. ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് റെഡ്നെസ് ഉണ്ടാവും. ദാറ്റ് ഈസ് എറിത്തമാറ്റസ് ആണ്. ആൻഡ് ഇൻഫ്ലമേഷൻ എവിടെയാണ് വരുന്നത്? ഇൻഫ്ലമേഷൻ ലൊബ്യൂൾസ് ആൻഡ് ഡക്റ്റിലൊക്കെ ആയിരിക്കും ഇൻഫ്ലമേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ലിംഫൊക്കെ എന്ത് ചെയ്യും? അവിടുത്തെ ലിംഫാറ്റിക്സ് ഒക്കെ ഒബ്സ്ട്രക്ട്. നമുക്കറിയാം ബ്രസ്റ്റിൽ ഇഷ്ടംപോലെ ലിംഫ് നോട്ട്സും ഇതൊക്കെ ഉണ്ട്. ലിംഫുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. സോ അവിടെ ഒബ്സ്ട്രക്ഷൻസ് വരും. ഡെർമൽ ലിംഫാറ്റിക്സിൽ ഒബ്സ്ട്രക്ഷൻസ് വരും ഈ ട്യൂമർ സെൽസ് കാരണം. അങ്ങനെ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ എന്ത് വരും? ബിക്കം സ്വോളൻ. ആൻഡ് ആസ് ഇറ്റ് ഈസ് ഇൻഫ്ലമേറ്ററി എറിത്തമാറ്റസ് ഒരു റെഡ്നെസ് ഉണ്ടാവും. ആൻഡ് ഈ ഒരു പാൽപ്പബിൾ മാസ്സായിട്ട് ഇത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ പാൽപ്പബിൾ മാസ് നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന പോലത്തെ പാൽപ്പബിൾ മാസ് കിട്ടില്ല. Then mistaken as an inflammatory condition cause a delay in diagnosis. And many patients develop metastasis as diagnosis and prognosis is poor. So ഇവിടെ ലിംഫ് നോട്ട് ഇത് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലിംഫ് നോട്ട് മെറ്റാസ്റ്റസൈസ് ആവാനുള്ള ചാൻസസ് വെരി ഹൈ. നമുക്ക് നോക്കാം എന്താ മെറ്റാസ്റ്റസൈസ് എന്ന് പറയുമ്പോൾ അല്ലേ. Unlike other breast cancers, the lobular carcinoma metastasizes to the peritoneum and retroperitoneal and leptomeningeal, gastrointestinal and ovaries and uterus. സോ ഈ ലോബുലർ കാർസിനോമ, അതായത് ഇൻവേസീവ് ലോബുലർ കാർസിനോമയ്ക്കും ഈ പ്രോപ്പർട്ടി ഉണ്ട്, മെറ്റാസ്റ്റസിസ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ പാർട്ട് ടു അതർ പാർട്ടിലേക്കുള്ള സ്പ്രെഡിങ് ആണ് മെറ്റാസ്റ്റസിസ് ത്രൂ ലിംഫ് നോട്ട്സ്, അങ്ങനെ ത്രൂ എന്തെങ്കിലും ഒരു ഫ്ലൂയിഡ് വിത്തിൻ അവർ ബോഡി. പേജ് ഡിസീസ് ഓഫ് നിപ്പിൾ. പേജ് ഡിസീസ് ഓഫ് നിപ്പിൾ ഇസ് എ റെയർ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡക്ടൽ കാർസിനോമ either in situ or invasive. ഇത് മോർഫോളജിക്കലി ഇവിടെ മോർഫോളജിക്കലി ഇത് നിപ്പിളിനെയാണല്ലോ അഫക്റ്റ് ചെയ്യുന്നത് പേജ് ഡിസീസ്. സോ മോർഫോളജിക്കലി ഗൊറോസിൽ ദി സ്കിൻ ഓഫ് ദ നിപ്പിൾ ആൻഡ് ദി ഏരിയോല ഷോ അൾസറേഷൻസ് വിത്ത് ഊസിങ് റിസംബ്ലിങ് എക്സിമ റിസംബിൾ ചെയ്യുന്ന പോലെ ഊസിങ് ഔട്ട് ഓഫ് ഫ്ലൂയിഡ്സ് ഉണ്ടാവും നിപ്പിളിൽ. ഇത് കൂടാതെ എന്തുണ്ടാവും? അൾസറേഷൻസ് കാണാൻ പറ്റും. അൾസറേഷൻസ് ആൻഡ് ഊസിങ് കാണാൻ പറ്റും. അണ്ടർലൈങ് ഡക്ടൽ കാർസിനോമ ഇൻസിറ്റു ഓർ ഇൻവേസീവ് ക്യാൻ ബി പ്രസൻറ്റ് ഇൻ പേജസ് ഡിസീസ്. അണ്ടർലൈങ് ആയിട്ടുള്ള ഡക്ടൽ കാർസിനോമ കാണും. കൂടാതെ നിപ്പിൾ ആൻഡ് ഏരിയോല ഷോ അൾസറേഷൻസ് ആൻഡ് ഊസിങ് ലൈക്ക് എക്സിമ. Microscopically, skin lesions. The skin lesion in the nipple show a clusters of malignant cells known as Paget cells in the epidermis without infiltrating the basement membrane. So basement membrane infiltrate ചെയ്യാത്ത എപ്പിഡെർമിസിലുള്ള കുറച്ച് സെൽസ് ഉണ്ടാവും, സ്കിൻ ലീഷൻസ് ആയിട്ട് കാണാൻ പറ്റും. ദാറ്റ് ഈസ് Paget cells. These cells represent extension from underlying ductal carcinoma via the lactiferous sinus. The tumor cells also allow seepage of extracellular fluid onto the nipple surface. The Paget cells can be detected by the nipple biopsy or cytologic examination of exudate. So ഇവർക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ബൈ നിപ്പിൾ ബയോപ്സി ഓർ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ വഴിയായിട്ടാണ്
ആൻഡ് ദീസ് ആർ ദി സെൽസ്. ഈ പേജറ്റ് സെൽ എന്ന് പറയുന്നത് സ്കിൻ ലീഷനാണ്, നിപ്പിളിൻ്റെ അവിടെയുള്ള സ്കിൻ ലീഷൻ, വിച്ച് ഷോസ് ലൈക്ക് എ ക്ലസ്റ്റേഴ്സ് ഓഫ് മാലിഗ്നന്റ് സെൽസ്, ഓക്കെ, വിത്തൗട്ട് ഇൻഫിൽട്രേറ്റിംഗ് ദി ബേസ്മെൻറ്റ് മെംബ്രെയിൻ. Immunohistochemistry. Underlying carcinoma, when present, are usually poorly differentiated ER negative and overexpressed HER2 കാണുന്നത് സെക്കൻഡ് ടൈപ്പ് ആണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇൻവേസീവ് കാർസിനോമ ഇല്ലേ, ലൈക്ക് ദാറ്റ്. ഓക്കെ, ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കുമെന്ന്. Clinical presentation, they present as unilateral erythematous eruptions in the region of nipple and areola with a scale cluster. So സ്കെയിലി ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആൻഡ് സ്കെയിലി ആയിട്ടുള്ള ക്രസ്റ്റ് ഉണ്ടാവും ബ്രസ്റ്റിൻ്റെ അവിടെ. ആൻഡ് ദി നിപ്പിൾ ആൻഡ് ഏരിയോളയുടെ സൈഡിലും സ്കെയിലി ക്രസ്റ്റ് ഉണ്ടാവും. ആൻഡ് എറിത്തമാറ്റസ് ഒരു റെഡ്നെസ് ഉണ്ടാവും, എറിത്തമാറ്റസ് എറപ്ഷൻ, കാരണം അത് അൾസർ ഉണ്ടല്ലോ. ദെൻ pruritus or itching is common and the lesion may be mistaken for eczema. Palpable mass in the breast is present 50 to 60% of the woman showing underlying invasive carcinoma. If there is underlying invasive carcinoma, then there will be palpable mass in the breast. Majority of the women without a palpable mass have only dizzy eyes. Okay, this is the clinical presentation. ഇതൊരു സ്കെയിലി ക്രസ്റ്റ് ഉണ്ടാവും. എന്തായാലും സ്കെയിലി ക്രസ്റ്റ് ഉണ്ടാവും ഇവിടെ നിപ്പിൾ ആൻഡ് ഏരിയോള റീജിയനിൽ. എറിത്തമാറ്റസ് എറപ്ഷൻസ് ഉണ്ട്. pruritus or itching കാണും, മോസ്റ്റ്ലി കോമൺ ആണ്. പാൽപ്പബിൾ മാസ് ഉണ്ടാവും ഇഫ് ദർ ഈസ് അണ്ടർലൈൻ ഇൻവേസീവ് കാർസിനോമ. ആൻഡ് ഇഫ് ദ മാസ് ബിക്കം പാൽപ്പബിൾ, ദാറ്റ് മീൻസ് ദർ ഈസ് DCIS or ductal carcinoma institute is non-invasive type. This is the picture showing ductal the Paget's disease of nipple. Okay, extensive ulceration കാണാൻ പറ്റും ഇവിടെ of the nipple and areola. And this is the H&E staining of the same. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് പേജറ്റ് സെൽസ്. എപ്പിഡെർമിസിൽ കാണുന്ന പേജറ്റ് സെൽസ് വിത്ത് ക്ലിയർ സൈറ്റോപ്ലാസം, ന്യൂക്ലിയർ വിത്ത് പ്രോമിനൻറ്റ് ന്യൂക്ലിയോളി. സോ ന്യൂക്ലിയോളി ഒക്കെ പ്രോമിനൻ്റ് ആണ്, ബട്ട് സൈറ്റോപ്ലാസം ഇസ് ക്ലിയർ. ആൻഡ് ദിസ് ഈസ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് കാണുന്നതാണ് പേജറ്റ് സെൽസ്. ആൻഡ് ഇതൊരു ഡ്രോയിങ് ആണ്. ഇത് തന്നെ ഇവിടെ പ്രോമിനൻറ്റ് ന്യൂക്ലിയോളയുള്ള ന്യൂക്ലിയസ് ഉള്ള പേജറ്റ് സെൽസിനെ കാണാം. എപ്പിഡെർമിസ് വിത്ത് ഷോയിങ് ന്യൂമറസ് പേജറ്റ് സെൽസ്, ദി സ്കിൻ covering nipple area, nipple region of the breast, then clear cytoplasm of the paget cells, etc. Various routes of spread of breast carcinoma. There is direct route, lymphatics and hematogenous. Direct route എന്ന് പറയുമ്പോൾ സ്കിൻ ഇൻക്ലൂഡിങ് നിപ്പിൾ ആൻഡ് ഏരിയോള, ചെസ്റ്റ് വോളിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് സ്പ്രെഡ്. whereas lymphatic എന്ന് പറയുമ്പോൾ ആക്സിലറി ലിംഫ് നോഡ്, ബ്രസ്റ്റിൻ്റെ ലിംഫ് നോഡ് എഫക്ട് ചെയ്ത് ഇറ്റ് ക്യാൻ സ്പ്രെഡ് ടു ആക്സിലറി ലിംഫ് നോഡ്, ഇന്റർമാമുലറി ലിംഫ് നോഡ്, സൂപ്രാ ക്ലാവിക്കുലർ ലിംഫ് നോഡ്, എക്സെട്ര. ഹെമറ്റോജനസ് എന്ന് പറയുമ്പോൾ ത്രൂ ബ്ലഡ് ഇറ്റ് റീച്ചസ് സർട്ടൻ ഓർഗൻസ്, അല്ലേ, ലങ്, ലിവർ, ബ്രെയിൻ, ബോൺ പോലെ ഡിഫറെൻറ്റ് ഓർഗൻസിനായിരിക്കും ഇത് എഫക്ട് ചെയ്യുന്നത്.